നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ എതിർപ്പ് ശക്തമാക്കി സമസ്ത വിദ്യാർത്ഥി വിഭാഗം. സലാം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നുവെന്ന് SKSSF. ഹമീദ് അലി തങ്ങളെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ച് PMA സലാം. സമസ്ത ലീഗ് പ്രശ്നം രൂക്ഷമല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വരുന്നില്ല, ആ ഒബ്സർവേഷനാണ് തെറ്റ്. പരസ്യ പ്രസ്താവന ഇനി ഉണ്ടാകില്ലെന്നും പ്രതികരണം. സ്കൂൾ ഉച്ചഭക്ഷണ കുടിശ്ശികയിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അധ്യാപകർക്ക് ബാധ്യതയുണ്ടാക്കുന്നത് എന്തിനെന്ന് കോടതി. കേന്ദ്രം പണം നൽകുന്നില്ലെന്ന് സർക്കാർ. കേന്ദ്രത്തെ ഒഴിവാക്കി പദ്ധതിയുടെ പേര് മാറ്റിക്കൂടെയെന്നും കോടതി. കണ്ണൂരിൽ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറി. അപകടം കളക്ടറേറ്റിന് സമീപം രാവിലെ. വൻ ദുരന്തം ഒഴിവായത് തലനാരിടയ്ക്ക്. കോഴിക്കോട് വേങ്ങേരിയിൽ ബൈക്കിൽ ബസ്സിടിച്ചു ദമ്പതികൾ മരിച്ചു. കരയുദ്ധത്തിനൊരുങ്ങാൻ നിർദ്ദേശം നൽകി ഇസ്രായേൽ. യുദ്ധഭൂമിയിൽ കൂട്ടപ്പലായനം തുടരുന്നു. ആളുകളെ ഒഴിപ്പിക്കാൻ റാഫാൽ ഗേറ്റ് തുറന്ന് ഈജിപ്ത്. ഇറാനും ഹിസ്ബുള്ളയ്ക്കും മുന്നറിയിപ്പുമായി അമേരിക്ക. കായിക കുതിപ്പിനൊരുങ്ങി കൗമാര കേരളം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ദീപശിഖ പ്രയാണം വൈകിട്ട് കായികോത്സവ വേദിയിൽ. ആദ്യ മത്സരം നാളെ രാവിലെ 7-ന്. കുന്നംകുളത്ത് മാറ്റുരയ്ക്കുന്നത് 98 ഇനങ്ങളിലായി 3000-ഓളം കുട്ടികൾ. ക്രിക്കറ്റിനെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റും മത്സരയിനം. തീരുമാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ മുംബൈ സെഷന്റേത്. ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ശ്രീലങ്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കം.